ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പാഠം 16 കഴിഞ്ഞു. ഇനി അതിൻ്റെ എക്സസൈസസ്. ഈ പാഠത്തിൽ നമ്മൾ കുല്ലു ജംഇൻ മുഅന്നസ് പഠിക്കുകയാണ്. കുല്ലു ജംഇൻ മുഅന്നസ്, എല്ലാ ബഹുവചനവും സ്ത്രീലിംഗമാണ്. മറ്റൊന്ന് അത് ഏകവചനവും ആയിരിക്കും. നമുക്കിനി എക്സസൈസിലേക്ക് പോകാം. അൽ മുഫ്രദു, അപ്പോൾ ആദ്യം ഏകവചനം കൊടുത്തിരിക്കുകയാണ്. ബുദ്ധിയുള്ള ആളുടെ കുറിച്ച് പറയുമ്പം പിന്നെ അതിൻ്റെ ബഹുവചനം കൊടുത്തിരിക്കുകയാണ്. പിന്നെ ബുദ്ധിയില്ലാത്ത വസ്തു, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഏകവചനം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ആ ബുദ്ധിയില്ലാത്ത വസ്തു വാക്യത്തിൽ വരുമ്പം അത് ബഹുവചനാവുമ്പം അതെന്തായിരിക്കും? അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ, അതിൻ്റെ മുബ്തദ, അതിൻ്റെ നാഅത്ത്, വിശേഷണം ഒക്കെ എന്തായിരിക്കും? സ്ത്രീലിംഗമായിരിക്കും, ഏകവചനവുമായിരിക്കും. ബഹുവചനം ആവില്ല. നമ്മൾ എക്സസൈസിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ ക്ലിയർ ആവും. ബാറക്കല്ലാഹു ഫീക്കും. അൽ മുഫ്രദു, ഏകവചനം. ഹാദാ ത്വാലിബുൻ ജദീദുൻ, ഇതൊരു പുതിയ വിദ്യാർത്ഥിയാണ്. ഹുവ മിൻ അമേരിക്ക, അദ്ദേഹം അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഹാദ ഏകവചനാണ്, ത്വാലിബുൻ ഏകവചനാണ്, ജദീദുൻ ഏകവചനാണ്, ഹുവ ഏകവചനാണ്. അപ്പോൾ അത് നമുക്ക് അറിയുന്ന വിഷയമാണ്. ഇനി എൻ്റെ ബഹുവചനാക്കുമ്പോഴോ അൽ ജംഉ, ബഹുവചനം. ഹാ ഉലായി തുല്ലാബുൻ ജുദുദുൻ, ഇവർ ഈ വിദ്യാർത്ഥികൾ പുതിയതാണ്. ഇക്കൂട്ടരായ വിദ്യാർത്ഥികൾ പുതിയതാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പുതിയതാണ്. ഇവർ പുതിയ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ഇക്കൂട്ടർ പുതിയ വിദ്യാർത്ഥികളാണ്. ഇവർ പുതിയ വിദ്യാർത്ഥികളാണ്. ഹും മിൻ അമേരിക്ക, അവർ അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഹാദൻ്റെ ബഹുവചനം ഹൗലായി, ത്വാലിബുൻ്റെ ബഹുവചനം തുല്ലാബുൻ, ജദീദുൻ്റെ ബഹുവചനം ജുദുദുൻ, ഹുവൻ്റെ ബഹുവചനം ഹും. ഇത് നമുക്ക് അറിയുന്ന വിഷയമാണ്. ഇനി നമുക്ക് ബുദ്ധിയില്ലാത്ത വസ്തുവിലേക്ക് പോകാം. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏകവചനം നമ്മൾ പഠിച്ചത് തന്നെയാണ്. അൽ മുഫ്രദു, ഏകവചനം. ഹാദ കിതാബുൻ ജദീദ്, ഇതൊരു പുതിയ പുസ്തകമാണ്. ഹുവ മിൻ അമേരിക്ക, അത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഹാദ ഏകവചനാണ്, ജദീദുനും ഏകവചനാണ്, ഹുവയും ഏകവചനാണ്. ഇനി കിതാബിൻ്റെ ബഹുവചനം കുത്തുബുനാണ്. ആ കുത്തുബുൻ വാക്യത്തിൽ വരുമ്പം എന്താ സംഭവിക്കാൻ നോക്കാം. അടുത്തത് അൽ ജംഉ. ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ, ഹിയ മിൻ അമേരിക്ക. അപ്പോൾ ഹാദൻ്റെ ബഹുവചനം ഹൗലായി ആണ്, അതല്ല വന്നത്. പിന്നെയോ സ്ത്രീലിംഗായ ഹാദിഹിയും ഏകവചനായ ഹാദിഹിയും. കാരണം ഇവിടെ കുത്തുബുൻ എന്ന ബഹുവചനം ബുദ്ധിയില്ലാത്ത വസ്തു വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് കുല്ലു ജംഇൻ മുഅന്നസ്, എല്ലാ ബഹുവചനവും സ്ത്രീലിംഗാണ് എന്ന് പറഞ്ഞത്. അത് ഏകവചനവും ആയിരിക്കും. ഇനി അതിൻ്റെ കുത്തുബിൻ്റെ വിശേഷണം നോക്കൂ. ജദീദത്തുൻ, ജുദുദുനല്ല വന്ന ബഹുവചനം. കാരണം കുത്തുബുൻ ബഹുവചനം ആയതുകൊണ്ട് ജുദുദുന്നല്ലേ വരേണ്ടത്. പക്ഷേ ജുദുദുനല്ല വന്നത്. പിന്നെയോ ജദീദത്തുൻ, സ്ത്രീലിംഗവും ഏകവചനവുമായ പദമാണ് വന്നത്. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പിന്നെന്താ പറയുന്നത്? ഹിയ മിൻ അമേരിക്ക, അവ അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഹുമ്മാണോ വന്നത്? അല്ല, സ്ത്രീലിംഗായ ഹിയ, ഏകവചനായ ഹിയ. അപ്പോൾ ഇതാണ് കുല്ലു ജംഇൻ മുഅന്നസ്. നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് പോകാം. അപ്പോൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എളുപ്പമാവും ഇൻഷാ അല്ലാഹ്. ഹാദാ ബൈത്തുൻ, ഇതൊരു വീടാകുന്നു. ഇനി അതിനെ ബഹുവചനം എങ്ങനെയാക്കാം? ഹാവുലായി ബുയൂത്തുന്നല്ല. പിന്നെയോ, കാരണം ഹാദൻ്റെ ബഹുവചനം ഹാവുലായി ആണ്. ഹാവുലായി അല്ല എഴുതുക, കാരണം ബുയൂത്തുൻ ബുദ്ധിയില്ലാത്ത വസ്തുവാണ്, ബഹുവചനാണ്. അപ്പോൾ ഹാവുലായി അല്ല എഴുതുക. പിന്നെയോ ഹാദിഹി. അപ്പോൾ ഹാദിഹി ബുയൂത്തുൻ. ഇതുപോലെ തന്നെയാണ് താഴെ വരുന്നതൊക്കെ ചെയ്യേണ്ടത്.
ഉദാഹരണങ്ങൾ. ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഖബറെല്ലാം മുദക്കറാണ്, ബൈത്തുൻ മുദക്കറാണ്. താഴെ കൊടുത്ത ഉദാഹരണങ്ങളെല്ലാം മുദക്കറാണ്. കുറച്ച് കഴിഞ്ഞാൽ മുഅന്നസ് വരും, സ്ത്രീലിംഗം. അപ്പോൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. നോക്കാം. ഹാദാ നജ്മുൻ, ഇതൊരു നക്ഷത്രമാണ്. ഹാദിഹി നുജൂമുൻ, ഇവ നക്ഷത്രങ്ങളാണ്. ഹാദാ ദർസുൻ, ഇതൊരു പാഠമാണ്. അപ്പോൾ ഹാവുലായി ദുറൂസ് എന്നാണ് പറയുക? അല്ല, ഹാദിഹി ദുറൂസുൻ, ഇവ പാഠങ്ങളാണ്. കാരണം ദർസ് ദുറൂസുൻ ബഹുവചനാണ്, ബുദ്ധി ഇല്ലാത്തതാണ്. ഹാദാ കലമുൻ, ഇതൊരു പേനയാണ്. ഹാദിഹി അക്ലാമുൻ, ഇവ പേനകളാണ്. ഹാദാ ബാബുൻ, ഇതൊരു വാതിലാണ്. ഹാദിഹി അബുവാബുൻ, ഇവ വാതിലുകളാണ്. ഹാദാ നെഹ്റുൻ, ഇതൊരു നദിയാകുന്നു. ഹാദിഹി അൻഹാറുൻ, ഇവ നദികളാകുന്നു. ഹാദാ ജബലുൻ, ഇതൊരു മലയാകുന്നു. ഹാദിഹി ജിബാലുൻ, ഇവ മലകളാകുന്നു. ഹാദാ കെൽബുൻ, ഇതൊരു നായയാകുന്നു. ഹാദിഹി കിലാബുൻ, ഇവ നായകളാകുന്നു. നായ അറബി ഗ്രാമറിൽ ബുദ്ധിയില്ലാത്ത ഇനത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഹാവുലായി കിലാബുൻ എന്നല്ല പറയാം. പിന്നെയോ ഹാദിഹി കിലാബുൻ. ഹാദാ ബഹറുൻ, ഇതൊരു കടലാകുന്നു. ഹാദിഹി ബിഹാറുൻ, ഇവ കടലുകളാകുന്നു. ഹാദാ കിതാബുൻ, ഇതൊരു പുസ്തകമാകുന്നു. ഹാദിഹി കുത്തുബുൻ, ഇവ പുസ്തകങ്ങളാകുന്നു. ഹാദാ ഹിമാറുൻ, ഇതൊരു കഴുതയാകുന്നു. ഹാദിഹി ഹുമുറുൻ, ഇവ കഴുതകളാകുന്നു. ഹാദാ സരീറുൻ, ഇതൊരു കട്ടിലാകുന്നു. ഹാദിഹി സുറുറുൻ, ഇവ കട്ടിലുകളാകുന്നു. ഹാദാ ദഫ്തറുൻ, ഇതൊരു നോട്ട്ബുക്കാകുന്നു. ഹാദിഹി ദഫാത്തിറു, ഇവ നോട്ട്ബുക്കുകളാകുന്നു. ഹാദാ ഫുന്ദുക്കുൻ, ഇതൊരു ഹോട്ടലാകുന്നു. ഹാദിഹി ഫനാദിഖു, ഇവ ഹോട്ടലുകളാകുന്നു. അടുത്ത ശ്രദ്ധിക്കുക. ഇതുവരെയുള്ള ഖബറൊക്കെ മുദക്കറായിരുന്നു. ബൈത്തുൻ, നജ്മുൻ, ദർസുൻ, കലമുൻ, ബാബുനൊക്കെ മുദക്കറായിരുന്നു. കിതാബുൻ, ഹിമാറുനൊക്കെ പുല്ലിംഗാണ്. സരീറുൻ, ദഫ്തറുൻ, മക്തബുൻ, ഫുന്ദുക്കുനൊക്കെ എന്താണ്? പുല്ലിംഗാണ്. അടുത്ത നോക്കൂ. ഖബർ സ്ത്രീലിംഗാണ്. ഹാദിഹി സാഅത്തുൻ. അപ്പോൾ ഹാദാ സാഅത്തുൻ എന്നല്ല പറയാം. പിന്നെയോ ഖബർ മുഅന്നസായ ഓട്ടോമാറ്റിക്കലി ഏകവചനാണെങ്കിലും ഹാദ എന്താവും? ഹാദിഹി എന്ന് എഴുതാം. ഹാദ എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ ഹാദിഹി സാഅത്തുൻ, ഇതൊരു വാച്ചാകുന്നു. അപ്പോൾ സാഅത്തുനാണ് അതിൻ്റെ ബഹുവചനം. അപ്പോൾ ഹാദിഹി സാഅത്തുൻ. ഓക്കെ, ഹാദിഹി സാഅത്തുൻ. ബാറക്കല്ലാഹു ഫീക്കും.